നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം ദന്തശുദ്ധീകരണം നടത്തുക, മിസ്വാക്ക് ചെയ്യുക, അതിന്റെ വിധി എന്താണെന്നാണ് ചോദ്യം. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യുന്നത് പൊതുവിൽ കറാഹത്താണ്. എന്നാൽ ഉറക്കം കൊണ്ടോ മറ്റോ വായ വല്ലാതെ പകർച്ചയായിട്ടുണ്ടെങ്കിൽ മിസ്വാക്ക് ചെയ്യുന്നത് കറാഹത്താവില്ല എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരും ഇമാമുകളും ഉണ്ട്. ഏതായാലും ഫത്വൽ മുഈനിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും പ്രബലമായ അഭിപ്രായം നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയാണെങ്കിലും മിസ്വാക്ക് ചെയ്യരുത് എന്നാണ്. അതെന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം നോമ്പുകാരൻ എന്ന നിലക്കുള്ള തന്റെ വായയുടെ ആ പകർച്ച, അതിനെ സംബന്ധിച്ച് ഹദീസിലുള്ളതിലെ ഖലൂഫു ഫമിസ് സായിമി അത്യബു ഇൻദല്ലാഹി മിർ റീഹിൽ മിസ്ക്, നോമ്പുകാരന്റെ വായയുടെ വാസന അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാളും നല്ല സുഗന്ധമാണ് എന്നാണ്. ആ സുഗന്ധം നഷ്ടപ്പെടുത്തി, ഇബാദത്ത് മുഖേന ഉണ്ടായ ഒരു സുഗന്ധമാണത്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അത് നഷ്ടപ്പെടുത്തുക എന്നതാണ് കറാഹത്തിന് ആ ഇമാമുകൾ കാരണം പറഞ്ഞത്. എന്നാൽ വായ പകർച്ചയായാൽ എന്ന് പറഞ്ഞാൽ ഉറക്കം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള മറന്നിട്ട് ദുർഗന്ധമുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ തിന്നു, മറന്നതെന്നാണെങ്കിൽ നോമ്പ് മുറിയില്ലല്ലോ, അങ്ങനെ എന്ത് ചെയ്തു ആ ദുർഗന്ധം നീക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മിസ്വാക്ക് ചെയ്യുന്നത് അത് നല്ലോണം പകർച്ചുണ്ടെങ്കിൽ കറാഹത്തില്ലെന്ന് മാത്രമല്ല ചിലപ്പോ സുന്നത്ത് വരെ ആകുമെന്ന് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഫത്വൽ മുഈനിൽ കാണാം. അപ്പോ വെറുതെ എന്തായാലും ഇടക്കിടക്കാണ് മിസ്വാക്ക് ചെയ്യാന്ന് പറഞ്ഞ ശൈലി എന്തായാലും പാടില്ല. വായ നന്നായിട്ട് പകർച്ചുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉറക്കം കൊണ്ടോ മറ്റോ ഉണ്ടെങ്കിൽ പറ്റുമെന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. അതേസമയത്ത് അപ്പോഴും ചെയ്യാതിരിക്കലിന്റെ ശരി, ഇബാദത്തിന്റെ അവസ്ഥ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ഇമാമുകളും ഉണ്ട്. പേസ്റ്റ് വെച്ച് നോമ്പിന്റെ പകൽ സമയത്ത് പല്ല് തേക്കുന്നത് നോമ്പ് ബാത്തിലാവൊന്നുമില്ല. പക്ഷെ അങ്ങനെ പേസ്റ്റ് വെച്ച് ഇങ്ങനെ പല്ല് തേക്കണതിന്റെ ഇടക്ക് അതുമായിട്ട് കലർന്ന് തുപ്പിനീരറ്റ് വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നോമ്പ് ബാത്തിലാവും. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോമ്പ് ബാത്തിലാകുന്ന ഘടകവും ഒന്നും അല്ലെങ്കിൽ പോലും ചിലപ്പോ ഇങ്ങനെ ആ തുപ്പുനീരിന്റെ കൂടെ ഇതിന്റെ അംശങ്ങളൊക്കെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടായാൽ, അല്ലെങ്കിൽ അവിടെ തന്നെ കെട്ടി നിന്നിട്ട് പിന്നീട് അത് ഇറങ്ങിപ്പോണ അവസ്ഥ ഉണ്ടായാൽ ബുദ്ധിമുട്ടാകും. അത് സൂക്ഷിച്ച് പരമാവധി ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്താൽ തെറ്റൊന്നും വരില്ല. ഓക്കെ. നോമ്പ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അസറിന് ശേഷം എന്നുള്ള പ്രത്യേകതയൊന്നുമില്ല. പകൽ സമയത്ത് പരമാവധി കുളി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി കുളിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അതെ, അസറിന് ശേഷമായാലും ശരി, ദുഹറിന് ശേഷമായാലും ശരി, കുളിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ നോമ്പ് മുറിയണ വിധത്തിൽ വെള്ളമൊന്നും അകത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ കുളികളൊക്കെ രാത്രിയാക്കൽ സുന്നത്തുണ്ട്. അപ്പൊ ആ സുന്നത്ത് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്നേ ഉള്ളൂ. ഓക്കെ. മൂന്നാമത്തെ കാര്യം ഉണ്ടാക്കി ഛർദിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ദറഅഹുൽ ഖൈഉ ഫലൈസ അലൈഹി ഖളാഉൻ വമൻ ഇസ്തഖാഅ ഫൽയഖ്ളി. ഒരാൾക്ക് ഛർദി മികച്ചു വന്നു വെച്ചാൽ അവന് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു രോഗം എന്ന നിലക്ക് ഛർദി ഉണ്ടായി, എന്നാൽ ഫലൈസ അലൈഹി ഖളാഉൻ, അവൻ നോമ്പ് ഖളാവ് കിട്ടേണ്ടതില്ല, അഥവാ അവന്റെ നോമ്പ് നഷ്ടപ്പെടില്ല എന്നർത്ഥം. അതേസമയത്ത് വമൻ ഇസ്തഖാഅ, ഒരാൾ ഉണ്ടാക്കി ഛർദിച്ചു, എന്നാൽ ഫൽയഖ്ളി, അവർ ഖളാവ് കിട്ടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി ഛർദിക്കൽ നോമ്പ് മുറിയുന്ന കാര്യമാണ്. ഇവിടെ ഉണ്ടാക്കി ഛർദിക്കുക എന്ന് പറഞ്ഞാൽ ആമാശയത്തിലുള്ള കുറെ സാധനങ്ങൾ പുറത്തേക്ക് വരികയെന്ന് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന അത്ര അർത്ഥമൊന്നും അതിനില്ല. മറിച്ച് നോമ്പുകാരൻ എന്ന നിലക്ക് പുറത്തെടുക്കാൻ അനുവാദമില്ലാത്ത എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ തുഹഫയിൽ പറഞ്ഞത് കാണാം, ഒമിനൽ ഇസ്തിഖാത്തി, ഉണ്ടാക്കി ഛർദിക്കുക എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് നസ്ഉഹു ലി ഖൈത്തിൻ ഇബ്തലഅഹു ലൈലൻ, രാത്രിയിൽ വിഴുങ്ങിയ ഒരു നൂല് അവൻ പുറത്തേക്ക് വലിച്ചൂരിയെടുക്കൽ. മനസ്സിലായോ? റമദാന്റെ രാത്രിയിൽ ഒരാൾ എന്ത് ചെയ്തു, ഒരു നൂലിങ്ങനെ വിഴുങ്ങി കുറെ ഭാഗം അത്തും കുറച്ചു ഭാഗം പുറത്തുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സുബഹി ആയപ്പോഴാണ് ഇവൻ ഓർമ്മയത് പഠിച്ചവൻ എന്താ കാട്ടുകയാണ്. എന്നാൽ ആ നൂല് വലിച്ചെടുത്താൽ ആ വലിച്ചെടുക്കുന്നത് പോലും ഉണ്ടാക്കി ഛർദിക്കുക എന്നതിന്റെ പരിധിയിലാണ് വരിക. അപ്പോ നോമ്പുകാരൻ എന്ന നിലക്ക് പുറത്തെടുക്കാൻ അനുവാദമില്ലാത്തൊരു സാധനം പുറത്തെടുക്കാന്ന് മാത്രമേ എന്തിനർത്ഥമുള്ളൂ, ഉണ്ടാക്കി ഛർദിക്കുക എന്ന് പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അപ്പൊ അതേ സമയത്ത് ഒരു ഛർദി ഒരാൾക്ക് രോഗമായിട്ട് വന്നാൽ അതുകൊണ്ട് നോമ്പ് ബാത്തിലാവില്ല.
പക്ഷെ രോഗം എന്ന നിലക്ക് ഛർദി വരുമ്പോൾ അവൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഛർദിച്ചത് നജസാണ്, അതുകൊണ്ട് തന്നെ അവന്റെ വായ മലിനമാകും. ആ ഛർദിച്ചതിന് ശേഷം വായ ശരിക്ക് കഴുകി വൃത്തിയാക്കുന്നതിന് മുമ്പ് ഉമിനീര് പോലും അവൻ വിഴുങ്ങാതിരിക്കണം എന്ന കാര്യം ശ്രദ്ധിക്കണം. അതേ സമയത്ത് നോമ്പുകാരന് തന്നെ കഫം കാർക്കിച്ചെടുത്ത് തുപ്പേണ്ടി വരും ചിലപ്പോൾ. അതുകൊണ്ട് ബുദ്ധിമുട്ട് വരില്ല എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളേണ്ടി വരും ചിലപ്പോൾ റമദാന്റെ പകലിലും. അതിനൊന്നില്ല, അത് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധിക്കുമെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ രാത്രിയിൽ തന്നെ മതിയാക്കാൻ പറ്റുന്നവർക്ക് അത് കൂടുതൽ നല്ലതാണ് എന്ന ഒരു സജഷൻ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അതിൽ കണിശത പാലിക്കുന്ന വിഷയം ഇല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തെ നോമ്പ് ബാത്തിലാവുന്ന കാര്യം, തടിയുള്ള ഒരു സാധനം തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളുള്ളത് എന്ന് പറയാവുന്നിടത്തേക്ക് പ്രവേശിക്കുക എന്നതാണ്. വുസൂലു ഐനിൻ ഫി മംഫദിൻ മഫ്തൂഹിൻ ഇലാ മാ യുസമ്മാ ജൗഫൻ. തടിയുള്ള ഒരു സാധനം തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളുള്ളത് എന്ന് പറയാവുന്നിടത്തേക്ക് പ്രവേശിച്ചാൽ നോമ്പ് ബാത്തിലാകും. ഈ തുറക്കപ്പെട്ട ദ്വാരം എന്ന് പറയുന്നത് ജന്മനാ തുറക്കപ്പെട്ട വായ, മൂക്ക്, ഗുഹ്യഭാഗം തുടങ്ങിയിട്ടുള്ളതാണെങ്കിലും ശരി, താൽക്കാലികമായി തുറക്കപ്പെട്ടതാണെങ്കിലും ശരി എന്നതാണ് ആ വിഷയത്തിലെ സൂക്ഷ്മമായ നിലപാട്. അപ്പൊ തടിയുള്ള സാധനം ഉള്ളു പോയാലാണ് നോമ്പ് ബാത്തിലാവുക. തടി അല്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല. ഉദാഹരണം, ഒരാൾ കാറ്റ് കുറേയാണ് വിഴുങ്ങി നോക്കുക, എന്നാ അതുകൊണ്ട് നോമ്പ് ബാത്തിലല്ല, കാരണം കാറ്റ് തടിയുള്ളതല്ല. അതേപോലെ തന്നെ ഒരാള് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ അല്ലാതെ ഉള്ളിലേക്ക് എത്തി, എന്നാലും നോമ്പ് ബാത്തിലാവില്ല. ഉദാഹരണമായിട്ട് ഒരു മനുഷ്യൻ കണ്ണിൽ മരുന്നൊഴിച്ചു, ആ മരുന്നിന്റെ ടേസ്റ്റും അതിന്റെ എന്താ പറയാ അതിന്റെ ആ കയ്പൊക്കെ അപ്പൊ തന്നെ തൊണ്ടയിലും അവിടുന്ന് അങ്ങോട്ട് താഴേക്കൊക്കെ എത്തി, എന്നാലും നോമ്പ് ബാത്തിലാവില്ല. കാരണം കണ്ണ് എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് തുറക്കപ്പെട്ട ദ്വാരമുള്ള ഒരു അവയവമല്ല. മൂന്നാമത്തേത്, ഉള്ളുള്ളത് എന്ന് പറയാവുന്നിടത്തേക്ക് എത്തിയാലാണ് നോമ്പ് ബാത്തിലാവുക. അപ്പൊ ഉള്ളുള്ളത് എന്ന് പറയാവുന്നിടത്തേക്ക് അല്ലാത്തടത്തേക്ക് എത്തിയ, ഉദാഹരണം മസിലിലേക്ക്, ഇറച്ചിയിലേക്കൊക്കെ എത്തിയാൽ അതുകൊണ്ട് എന്താവില്ല, നോമ്പ് ബാത്തിലാവൂല. അപ്പൊ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നടക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയോ? ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂക്ഷ്മമായ നിലപാട്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാരൊക്കെ ഇഞ്ചക്ഷൻ നിരുപാധികം മുറിയില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിലും ആ വിഷയത്തിലെ സൂക്ഷ്മമായ നിലപാട്, സിറിഞ്ച് എന്ന് പറഞ്ഞ തടിയുള്ള സാധനമാണ്, അവിടെ കുത്തുമ്പോ അവിടെ ഒരു ദ്വാരം ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഞരമ്പ് പോലത്തത് എന്ന് പറഞ്ഞ ഉള്ളുള്ള സാധനം തന്നെയാണ്, അതുകൊണ്ട് അവിടേക്ക് എത്തിയാൽ മുറിയുമെന്നാണ് സൂക്ഷ്മമായ നിലപാട്. അതേസമയത്ത് മുറിയില്ലെന്ന അഭിപ്രായമുള്ളവരുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ സൂക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. അതേസമയത്ത് വെറും മസിലിലേക്ക് മാത്രം ചെയ്യുന്ന ഇഞ്ചക്ഷൻ ആണെങ്കിൽ നോമ്പ് ബാത്തിലാവില്ല എന്ന കാര്യത്തിലും തർക്കമല്ല. ഉദാഹരണം, ഈ ഷുഗർ ഉള്ള ആളുകൾ ഇൻസുലിൻ കുത്തിവെക്കുന്നു, അതേപോലെ ഉംറക്കൊക്കെ വേണ്ടിയുള്ള വാക്സിനേഷൻ എടുക്കുന്നു. അതൊക്കെ മസിലിലേക്ക് മാത്രം ചെയ്യുന്നതായതുകൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്നത് വരാത്തതിനാൽ അവിടെ ഒന്നും നോമ്പ് ബാത്തിലാവില്ല. ഏതായാലും ഈ നോമ്പ് മുറിയുന്ന 4 കാര്യങ്ങളും ചെയ്താൽ നോമ്പ് മുറിയണമെങ്കിൽ നോമ്പുകാരനാണെന്ന് ഓർമ്മയുള്ളതിനോടുകൂടെ ഇത് ചെയ്താൽ നോമ്പ് മുറിയുമെന്ന് അറിയുന്നയാൾ സ്വമേധയാ ചെയ്താലേ നോമ്പ് മുറിയുകയുള്ളൂ. അപ്പൊ ഒരാൾ അവനെ നിർബന്ധിച്ചു, അവനതിനോട് താല്പര്യമല്ലാതെ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല. അതേപോലെ നോമ്പുണ്ടെന്ന് ഓർമ്മയില്ലാതെ ചെയ്താലും നോമ്പ് മുറിയില്ല. ഇത് ചെയ്താൽ നോമ്പ് മുറിയില്ല എന്ന് അറിയാത്ത ആള് ചെയ്താലും നോമ്പ് മുറിയില്ല. പക്ഷെ അറിയാത്ത ആള് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആനുകൂല്യം കിട്ടൂല. ഇസ്ലാമിൽ ഇപ്പൊ വന്നിട്ടുള്ളവർ പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആളുകളായിട്ട് കോണ്ടാക്റ്റിനുള്ള സംവിധാനങ്ങളില്ല. അങ്ങനത്തെ ആളുകൾക്ക് മാത്രമേ അറിവില്ലായ്മയുടെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, അപ്പൊ രാത്രിയിൽ നിയ്യത്ത് ചെയ്തു, സുബഹി മുതൽ മഗ്‌രിബ് വരെയുള്ള സമയം ഈ 4 കാര്യങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ സൂക്ഷിച്ചാൽ അവന് ബാഹ്യമായി അവന്റെ നോമ്പ് ശരിയായി. എന്നാൽ ഇതോടൊപ്പം അവൻ വേറെയും കുറെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുമ്പോഴേ അവന്റെ നോമ്പ് ശരിയായ നോമ്പാവുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.